الحمد لله رب البيت المعمور ورب البيت العتيق نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രതിനിധികൾ മക്കയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരവസരത്തിലാണ് നമ്മളുള്ളത്. നാളെ രാവിലെ മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയായി. സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ച് ഹാജ്ജുമാരും ഹാജ്ജകളും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. നാളെ എല്ലാവരും മിനയിലേക്ക് പോകും. നാളെ യൗമുത് തർവിയ, വെള്ളം കൊടുക്കാനുള്ള ദിവസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വാഹനം എന്നത് മൃഗങ്ങളായിരുന്നു, ഒട്ടകങ്ങളും കുതിരകളും. ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും വെള്ളം കൊടുത്ത് പിറ്റേ ദിവസത്തെ കർമ്മത്തിനു വേണ്ടി അവരെ ഒരുക്കി നിർത്തുന്ന ദിനം എന്നുള്ള നിലയിലാണ് യൗമുത് തർവിയ എന്ന് ദുൽഹജ്ജ് 8-ന്
പേര് വന്നിട്ടുള്ളത്. ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനും അല്പം ആശ്വാസം കിട്ടുകയും തുടർന്നുള്ള ദിവസങ്ങളിലെ ആരാധനകൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായ സന്നദ്ധത നേടുകയും ചെയ്യുന്നതിനുള്ള ദിവസമാണ് യൗമുത് തർവിയ. നാളെ മിനയിൽ താമസിച്ച് മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകിയതിനു ശേഷം മറ്റന്നാൾ രാവിലെ എല്ലാവരും അറഫയിലേക്ക് പോകും. ഉച്ചയ്ക്ക് ശേഷം രാത്രിയുൾപ്പെടെയുള്ള സമയം, രാത്രിയുടെ അല്പഭാഗം ഉൾപ്പെടെയുള്ള സമയം എല്ലാ ഹാജിമാരും അറഫയിൽ നിൽക്കും. ഈ അറഫയിലുള്ള നൃത്തമാണ് ഹജ്ജിന്റെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫ തന്നെയാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന 3-4 മില്യൺ ജനങ്ങൾ ആ ഒരൊറ്റ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് അറഫയുടെ വിശേഷം. മക്കയിൽ നിന്ന് ഏതാണ്ട് 21 കിലോമീറ്റർ ദൂരെ 15 കിലോമീറ്റർ നീളവും 7 കിലോമീറ്റർ വീതിയുമുള്ള വിശാലമായ ഒരു മൈതാനിയാണ് അറഫ മൈതാനി. 3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ആ വിശാലമായ മൈതാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ അറഫ എന്നും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ അറഫാത്ത് എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള മൈതാനിയാണ്. ദുൽഹജ്ജ് 9 എന്ന ദിവസത്തെ അറഫ ദിനം എന്നാണ് പറയുന്നത്. അറഫ ദിനം ആണെങ്കിലും അറഫ മൈതാനിയാണെങ്കിലും വിവിധ രൂപത്തിൽ അതിന്റെ ആശയങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അറഫ അറിഞ്ഞു എന്ന വാക്കുമായി ചേർത്തുകൊണ്ട്, അറഫ അറിയിച്ചു എന്ന വാക്കുമായി ചേർത്തുകൊണ്ട്, ഇഅ്തറഫ കുറ്റം സമ്മതിച്ചു എന്ന വാക്കുമായി ചേർത്തുകൊണ്ട്, ഇർഫ് സഹനം ക്ഷമ എന്ന വാക്കുമായി ചേർത്തുകൊണ്ടൊക്കെ അറഫ മൈതാനിയെയും അറഫ ദിനത്തെയും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അറഫ ദിനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസന്നിഗ്ധമായ സ്വഭാവത്തിൽ സംശയലേശമെന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് അറഫ ദിനം എന്ന്. രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാവ് ലൈലത്തുൽ ഖദ്റാണ്. എങ്കിൽ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പകൽ അറഫ ദിനമാണ്. വമാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹ് മിൻ യൗമി അറഫ. അറഫ ദിനത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ദിനം, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ദിനം വേറെ ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള പല വാചകങ്ങളും യൗമു അറഫയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂൽ പറഞ്ഞു, യൻസിലുല്ലാഹു തആല തബാരക വ തആല ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഫയുബാഹി ബി അഹ്ലിൽ അർള് അഹ്ലസ് സമാ. എന്നിട്ട്
ഭൂമിയിലുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുന്നു ആകാശത്തുള്ളവരോട്. ആകാശത്തുള്ളവർ മലക്കുകളാണ്. ആ മലക്കുകളോട് ഭൂമിയിലുള്ളവരെ കാണിച്ചുകൊണ്ട് അല്ലാഹു അഭിമാനം പറയും. എന്താണ് അല്ലാഹു പറയുന്ന അഭിമാനം? ഉൻദുറു ഇലാ ഇബാദി, ഉൻദുറു ഇലാ ഇബാദി. നിങ്ങൾ അറഫ മൈതാനിയിലേക്ക് നോക്കൂ. ആ അറഫ മൈതാനിയിലുള്ള എന്റെ അടിയാറുകളിലേക്ക് നോക്കൂ. അവർ എന്റെ അടിയാറുകളാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, എന്തിനാണ് രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ ഭൂമിയിൽ നിയോഗിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നുവല്ലോ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ മറുപടി ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നായിരുന്നു. മനുഷ്യ സമൂഹത്തിന് നാം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അറ്റമില്ലാത്ത സ്വാതന്ത്ര്യം. എന്നെ അനുസരിക്കുവാനും എന്നെ ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഭൂമിയിൽ ഞാൻ നൽകിയ സദാചാര വ്യവസ്ഥകൾ അംഗീകരിക്കുവാനും അതിനെ ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഞാൻ നൽകിയ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് സമാധാനപൂർണരായി ജീവിക്കുവാനും ഭൂമിയിൽ ധിക്കാരം കാണിച്ച് കുഴപ്പമുണ്ടാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമെല്ലാം നൽകപ്പെട്ടിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മില്യൺ കണക്കായ ആളുകൾ ഈ മൈതാനിയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അവർ വന്നു ചേർന്നിട്ടുള്ളത് മിൻ ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നുമാണ്, എല്ലാ ഓണം കേറാ മൂലകളിൽ നിന്നുമാണ് അവർ വന്നു ചേർന്നിട്ടുള്ളത്. എന്നിട്ട് ജടകുത്തിയവരായിക്കൊണ്ടും ശരീരം ക്ഷീണിച്ചവരായിക്കൊണ്ടും ശരീരത്തിൽ മണ്ണ് പുരണ്ടവരായിക്കൊണ്ടും അവർ എന്റെ മുമ്പിൽ കൈനീർത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സകല സ്വാതന്ത്ര്യവും അവർക്ക് നൽകിയതിന് ശേഷവും അവർ എന്നിലേക്ക് വന്നെടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നുകൊണ്ട് ക്ഷീണഭാരവശ്യത്തോടുകൂടി എന്നോട് ദുആ ചെയ്യുന്നതും നിങ്ങൾ കാണുന്നില്ലേ പറഞ്ഞുകൊണ്ട് ആകാശത്തുള്ള മലക്കുകളോട് ഭൂമിയുള്ളവരുടെ കാര്യത്തിൽ അഭിമാനം പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. യർജൂന റഹ്മതി, എന്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വന്നു ചേർന്നിട്ടുള്ളത്. വലം യറൗ അദാബി, യഥാർത്ഥത്തിൽ എന്റെ ശിക്ഷ അവർ കണ്ടിട്ടില്ല. ശിക്ഷ ദുനിയാവിൽ വെച്ച് അവർക്ക് കാണാൻ സാധ്യവുമല്ല. മരണത്തിന് ശേഷം, ലോകത്തിന്റെ അവസാനത്തിന് ശേഷം ഒരു ശിക്ഷ വരാനിരിക്കുന്നു എന്നുള്ള താക്കീത് മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ താക്കീത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, ആ താക്കീതിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരിതാ വന്നു ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുള്ളവരോട് ചോദിക്കുമെന്നും അഭിമാനം പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് തത്തുല്യമായിട്ടുള്ള വചനങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ചും പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, അറഫാ ദിനത്തിലെ പോലെ ഇത്രയും അധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസവും വേറെ ഇല്ല എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നിട്ടുള്ള ആ ദിവസം സൂര്യൻ അസ്തമിക്കാറടുക്കുകയാണ്. അന്ന് ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. യാ ബിലാൽ, വരൂ, ജനങ്ങളോട് പറയണം മിണ്ടാതിരിക്കണമെന്ന്. ഞാൻ അവരോട് ചില വാക്കുകൾ പറയാൻ പോകുന്നത് ഉണ്ട്, അത് ശ്രദ്ധിക്കുവാൻ വേണ്ടി മിണ്ടാതിരിക്കണം എന്ന് പറയണം. ബിലാൽ തന്റെ മുഴങ്ങുന്ന ഉറച്ച ശബ്ദത്തിൽ അൻസിതു ലിറസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കാൻ നിശബ്ദരാകൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നിശബ്ദരായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല
ഗഫറ ലി അഹ്ലി അറഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാത്തിൽ ഹാജരായിട്ടുള്ള എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, റസൂലേ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള അനുഗ്രഹമാണോ, അതല്ല ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സമൂഹങ്ങളുണ്ടല്ലോ, ആ സമൂഹങ്ങൾക്ക് കൂടി ഇത് ബാധകമാണോ എന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തീർച്ചയായും എനിക്ക് ശേഷം വർഷാവർഷങ്ങളിൽ ഈ അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരാരൊക്കെയുണ്ടോ, അവൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് പൊറുത്തു കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടിയായി മനുഷ്യ സമൂഹത്തിന് സന്തോഷ വാർത്തയായി അറിയിക്കുകയുണ്ടായി എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അറഫയിലുള്ള ഒരുമിച്ചുകൂടൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഒരുമിച്ചുകൂടലാണ്. ഓരോ വ്യക്തിയും തന്നെ തന്നെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ വ്യക്തിയും തന്നെ തിരിച്ചറിയുകയാണ്. 30 ലക്ഷത്തോളം 40 ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ട് എങ്കിലും അവിടെ എത്തിച്ചേരുന്ന ഓരോ മനുഷ്യനും ഒരു സ്വകാര്യത അവിടെ ലഭിക്കും എന്നുള്ളതാണ്. തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ഒറ്റയാണ്, ആൾക്കൂട്ടമാണെങ്കിലും താൻ തനിയെയാണ്, താൻ ഒറ്റക്കാണ്. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറയുടെ അപ്പുറത്ത് ഒളിഞ്ഞിരിക്കാനും മറഞ്ഞിരിക്കാനുമുള്ള സൗകര്യമുള്ള ഒരു മൈതാനിയാണ് മൈതാനി എന്ന് പറയും. അവിടെ നിന്നുകൊണ്ട് തനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. തന്റെ കഴിഞ്ഞ ജീവിതത്തിൽ എന്തൊക്കെ പാപങ്ങൾ വന്നുപോയിട്ടുണ്ട്, എന്തൊക്കെ കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്, താൻ എന്തൊക്കെ പാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലോചിക്കാൻ തന്നിൽ സ്ഥിരമായി നിൽക്കുന്ന ചില ദൗർബല്യങ്ങളുണ്ട്. എപ്പോഴെങ്കിലും വന്നുപോകുന്ന പാപങ്ങളല്ല പ്രധാനം. എപ്പോഴെങ്കിലും വന്നുപോകുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ വൻപാപങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവിനോട് തൗബ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് ധാരാളം കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കൂടുകൂട്ടിയിട്ടുണ്ടാകും. ഒന്നുകിൽ സാമ്പത്തികമായ കുറ്റങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായ കുറ്റങ്ങൾ, സദാചാരപരമായ വീഴ്ചകൾ, രാവിലും പകലും നാം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ ഉണ്ടാകും. ആ കുറ്റങ്ങൾ ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ആ കുറ്റങ്ങൾ ഏത് എന്ന് തന്നെക്കുറിച്ച് തന്നെ തിരിച്ചറിയാൻ, എന്നിട്ട് ആ കുറ്റം അള്ളാഹുവിന്റെ മുമ്പിൽ ഇഅ്തിറാഫ് ചെയ്യാൻ സമ്മതിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് അറഫയിലെ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അറഫാ ദിനം തിരിച്ചറിവിനുള്ള ദിനമാണ്. താൻ ആരാണ്, തന്നിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ എന്താണ്, എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള മറകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മറകളെയാണ് ഞാൻ മാന്തിപ്പൊളിച്ച് നീക്കേണ്ടത്, ഏതൊക്കെ കുറ്റങ്ങളിൽ നിന്നാണ് അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുവാനുള്ള ദിവസമാണ് യഥാർത്ഥത്തിൽ അറഫാ ദിനം, അറഫയിലുള്ള ഒരുമിച്ചുകൂടൽ എന്ന് പറയുന്നു. അറഫയിലുള്ള ഒരുമിച്ചുകൂടൽ യഥാർത്ഥത്തിൽ മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരുമിച്ചുകൂടലാണ്. മഹ്ശറും അറഫയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ഒരുപാട് സാമ്യതകളുമുണ്ട്. മഹ്ശറിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അവിടെ ഒരുമിച്ചുകൂടും എന്നുള്ളതാണ്. എന്നാൽ അറഫയിൽ ഒരുമിച്ചുകൂടുന്നത് ഒരു കാലഘട്ടത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികൾ മാത്രമാണ്. ഒരു വർഷത്ത് വന്നു ചേരാൻ കഴിയുന്നവർ മാത്രമാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. മഹ്ശറിൽ സൂര്യൻ ഒരു ചാൺ മാത്രം മുകളിലായിരിക്കും. എന്നാൽ ഇവിടെ സൂര്യൻ കുറെ കൂടി മുകളിലായിരിക്കും. മഹ്ശറിൽ എല്ലാവരും പൂർണ്ണ നഗ്നരായിട്ടാണ് ഹാജരാക്കപ്പെടുകയെങ്കിൽ ഇവിടെ എല്ലാവരും ഹാജരാക്കപ്പെടുമ്പോൾ അവർക്ക് 2 കഷ്ണം തുണിയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ 2 സ്ഥലത്തും വിചാരണ നടക്കുന്നുണ്ട്. മഹ്ശറിലും വിചാരണ നടക്കുന്നുണ്ട്, അറഫ മൈതാനിയിൽ വെച്ചും വിചാരണ നടക്കുന്നുണ്ട്.
മഹ്ശറിൽ നടക്കുന്ന വിചാരണ അല്ലാഹു മനുഷ്യനെ വിചാരണ ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ ദാസനെ വിചാരണ ചെയ്യുകയാണ്. എന്നാൽ ഇവിടെയും വിചാരണ നടക്കുന്നുണ്ട്. പക്ഷേ അത് അല്ലാഹു മനുഷ്യനെ വിചാരണ ചെയ്യുകയല്ല, മറിച്ച് ഓരോ മനുഷ്യനും അവനെ തന്നെ വിചാരണ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അവിടെ ഞാൻ ഹാജറുണ്ടെങ്കിൽ ഞാൻ എന്നെയാണ് വിചാരണ ചെയ്യുന്നത്. എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചോ എന്നതിനെക്കുറിച്ച്, എന്റെ ബാധ്യതകൾ ഞാൻ വീട്ടിയോ എന്നതിനെക്കുറിച്ച്, എന്നിൽ പാപങ്ങൾ വന്നുപോയോ എന്നതിനെക്കുറിച്ച്, എന്റെ നാഥനോട് ഞാൻ ധിക്കാരം കാണിച്ചോ എന്നതിനെക്കുറിച്ച് ഞാൻ എന്നെ തന്നെ വിചാരണ ചെയ്യുകയാണ് അറഫയിൽ ചെയ്യുന്നത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഹ്ശറിൽ വെച്ച് വിചാരണ കഠിനമാണെങ്കിൽ നേരിട്ട് നരകത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഉണ്ടാവുക. എന്നാൽ അറഫയിൽ വെച്ച് ഒരാൾ നടത്തുന്ന വിചാരണ, ആത്മവിചാരണ കഠിനമാണെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്നതിന് സഹായകമാകും എന്നുള്ളതാണ്. രണ്ട് വിചാരണകളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മഹ്ശറിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ അഭിഷ്ടമനുസരിച്ച് സംസാരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ അഭിഷ്ടമനുസരിച്ച് സംസാരിക്കുന്ന നാവും ചുണ്ടുകളും സംസാരത്തിൽ നിന്ന് തടയപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുണ്ടുകൾക്കും വായകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ചു കളയും. നമുക്ക് സംസാരിക്കാൻ സാധ്യമാകുന്നില്ല. നമ്മുടെ ഇച്ഛയനുസരിച്ച് നാം സംസാരിക്കുന്നത് നമ്മുടെ നാവുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടുമാണ്. അവയുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു കളയും ചില നിർണിതമായ കാര്യങ്ങളിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിടുന്നത്, നമ്മുടെ അവയവങ്ങളെ ആണ് വിടുന്നത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വയൗമ യഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ, അല്ലാഹുവിന്റെ ശത്രുക്കൾ നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ ദിവസം. ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവിടെ സാക്ഷ്യം പറയുന്നത് അവരുടെ കേൾവികളാണ്, അവരുടെ കണ്ണുകളാണ്, അവരുടെ തൊലികളാണ് അവരെന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത് എന്ന്, സാക്ഷി പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. വഖാലൂ ലിജുലൂദിഹിം, ശരീരത്തിലെ അവയവങ്ങൾ ഇങ്ങനെ സാക്ഷ്യം പറയുന്ന സന്ദർഭത്തിൽ അവർ അവരുടെ തൊലികളോട് ചോദിക്കുകയാണ്, ലിമ ശഹിത്തും അലൈനാ, ലിമ ശഹിത്തും അലൈനാ, എന്തിനാണ് തൊലി ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? നിങ്ങളായിരുന്നില്ലേ ആസ്വദിച്ചിരുന്നത്? ആ ഇരുട്ടറയിൽ ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ, അവളോടൊത്ത് ശയിക്കുന്ന സന്ദർഭത്തിൽ നീയായിരുന്നില്ലേ ആസ്വദിച്ചിരുന്നത്? എന്നിട്ട് അപ്പോൾ ആസ്വദിച്ച നീ എനിക്കെതിരെ സാക്ഷി പറയുകയാണോ എന്ന് തൊലിയോട് ചോദിക്കും എന്നാണ്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിത്തും അലൈനാ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് ചോദിക്കും. ഖാലൂ, ആ സമയത്ത് തൊലികൾ പറയുന്നത് എന്താണ്? അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അല്ലാഹു തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചിട്ടുള്ളത്. പറയണോ പറയണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള തീരുമാന സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അല്ലാഹു കൽപ്പിച്ചപ്പോൾ ഞങ്ങൾ എന്തിന് സാക്ഷ്യം വഹിച്ചുവോ അത് ഞങ്ങൾ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് തൊലികൾ പറയും എന്നുള്ളതാണ്. വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ, അവനാണല്ലോ ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചത്, അവനിലേക്ക് തന്നെയാണല്ലോ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫ മൈതാനി എന്ന് പറയുന്നത് അവരുടെ തെറ്റുകൾ തിരിച്ചറിയാനും ആ തെറ്റുകൾ സമ്മതിച്ചു പറയാനും ആത്മവിചാരണ കഠിനമാക്കാനും, കഠിനമായ ആത്മവിചാരണയിലൂടെ അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ലോകത്തെങ്ങുമുള്ള വിശ്വാസികൾ, അറഫയിൽ ഒരുമിച്ചുകൂടാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഈ ദിവസവും ഒരു പുണ്യ ദിവസം തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാവരും അന്ന് നോമ്പ് നോൽക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കണം.
കാരണം സൗമ യൗമി അറഫ, അറഫയിലെ നോമ്പെന്ന് പറയുന്നത് യുകഫിറു സനതൈൻ, 2 വർഷത്തെ പാപങ്ങളാണ് പുറത്തു തരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാളിയതൻ വമുസ്തഖ്ബില, കഴിഞ്ഞുപോയ 1 കൊല്ലത്തെ പാപവും വരാനിരിക്കുന്ന 1 കൊല്ലത്തെ പാപവും, അങ്ങനെ 2 കൊല്ലത്തെ പാപങ്ങൾ പൊടുത്തു ലഭിക്കുവാനുള്ള ഒരു അമലാണ് യൗമു അറഫയിലെ നോമ്പ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നോമ്പനുഷ്ഠിക്കുവാൻ ഉള്ള സന്ദർഭം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വർഷം ഒരു സമാധാനമുള്ളത്, ദുൽഹജ്ജ് 8-നാണോ നോമ്പനുഷ്ഠിക്കേണ്ടത്, 9-നാണോ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് തർക്കമില്ല. യൗമു അറഫയിലാണോ നോമ്പനുഷ്ഠിക്കേണ്ടത്, ദുൽഹജ്ജ് 9-നാണോ അർപ്പിക്കേണ്ടത് എന്ന ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം അവിടെയും ഇവിടെയും ഒരു ദിവസം തന്നെയാണ് യൗമു അറഫ വരുന്നത്, യൗമുൻ നഹ്റും വരുന്നത് എന്നുള്ളതാണ്. അത് സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുറ്റത്തെ സംബന്ധിച്ച്, തന്റെ തെറ്റുകളെ സംബന്ധിച്ച് തിരിച്ചറിയാൻ അവസരമുണ്ടാകുന്നത് പോലെ തന്നെ ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ചില സന്ദേശങ്ങൾ അറഫാ ദിനം നൽകുന്നുണ്ട്, അറഫയിലുള്ള ഒരുമിച്ചുകൂടൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മനുഷ്യ സമൂഹത്തിന്റെ, മനുഷ്യൻ എന്ന് പറയുന്ന ആ സൃഷ്ടിയുടെ മഹത്വം എന്ന സന്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനത്തിൽ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ സന്ദേശം മനുഷ്യ മഹത്വം എന്ന സന്ദേശമാണ്. പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ദിവസമേതാണ്, ഈ മാസമേതാണ്, ഈ മൈതാനി ഏതാണ്? അവർ പറയുന്നുണ്ട്, ഇത് അറഫാ ദിനമാണ്, ഇത് ദുൽഹജ്ജ് മാസമാണ്, ഇത് അറഫാ മൈതാനിയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്ന വാചകം, നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തം പവിത്രമാണ്, നിങ്ങളിൽ ഓരോരുത്തരുടെയും ധനം പവിത്രമാണ്, നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിമാനം പവിത്രമാണ്. ഒരാളും ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, ഒരാളും ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല, ഒരാളുടെയും സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിനും മനുഷ്യന്റെ സമ്പത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും മഹത്വം പ്രഖ്യാപിക്കുന്ന ദിനമാണ് യഥാർത്ഥത്തിൽ യൗമു അറഫ, അറഫാ ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭീകരത നാടുവാണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, നിരപരാധികളായ ആളുകൾ കൂട്ടത്തോടുകൂടി കൊന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അലക്ഷ്യമായി വാഹനമോടിച്ചും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചും മനുഷ്യജീവന് വിലയില്ലാതാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ മനുഷ്യജീവന്റെയും പവിത്രതയെ സംബന്ധിച്ചുള്ള യൗമു അറഫയിലെ പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ സന്ദേശം അറഫ നൽകുന്നത് മനുഷ്യ സമത്വം എന്നുള്ള സന്ദേശമാണ്. മനുഷ്യ സമത്വം എന്നുള്ള സന്ദേശമാണ്. ലോക പൗരൻ എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വളർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കുടുംബപക്ഷപാതിത്വം എന്നത് ഏറ്റവും സങ്കുചിതമാണ്. എന്നാൽ തറവാടിത്തം എന്നത് കുടുംബപക്ഷപാതിത്വത്തെക്കാൾ അല്പം ഉയർന്നതും എന്നാൽ സങ്കുചിതവുമാണ്. തറവാടിത്തത്തിന് കുറച്ചപ്പുറത്താണ് സാമുദായികത എന്ന് പറയുന്നത്. സാമുദായികതയും സാമുദായികതമായിട്ടുള്ള വിദ്വേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നിരാകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സാമുദായികതയേക്കാൾ കുറച്ചുകൂടി വിശാലമായതും എന്നാൽ സങ്കുചിതവുമായ മറ്റൊരു ആശയമാണ് ഉന്മാദ ദേശീയത എന്ന് പറയുന്നത്. ദേശീയതയും ഒരു ജുഗുപ്സാവഹമായ കുടുസായ ഒരു ഏർപ്പാടാണ്. ദേശത്തോടുള്ള സ്നേഹമല്ല, ദേശത്തിലുള്ള ജനങ്ങൾ വളർന്നു വരണമെന്ന ആഗ്രഹമല്ല, തന്റെ ദേശം മറ്റേതൊരു ദേശത്തെക്കാളും ഉയർന്നു വരണം എന്ന അഭിലാഷമല്ല, മറിച്ച് ദേശീയത അതിന്റെ ഉന്മാദത്വത്തിലേക്ക് നീങ്ങുകയും നീതിയെയും ധർമ്മത്തെയും സത്യത്തെയും നിരാകരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഉന്മാദ ദേശീയത എന്ന് പറയുന്നത് അതും സങ്കുചിതത്വം തന്നെയാണ്. എന്നാൽ ഏറ്റവും വിശാലമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് വിശ്വപൗരനായി തീരുക എന്നുള്ളതാണ്.
അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു വിശേഷവുമില്ല, യാതൊരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന വിശ്വമാനവികതയിലേക്ക് വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബപക്ഷപാതിത്വവും സങ്കുചിതമായ തറവാടിത്വവും സങ്കുചിതമായ സാമുദായികതയും സങ്കുചിതമായ ദേശീയതയും ഇന്ന് ലോകത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വമാനവികതയിലേക്ക് വളരുവാൻ മുസ്ലിം സമൂഹത്തിന് കഴിയണം. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആ സന്ദേശം നൽകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ സന്ദേശങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ അറഫാ ദിനം എന്ന് പറയുന്നത്. അറഫാ ദിനം ദുൽഹജ്ജ് 9-നാണ്. ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞാൽ 7-ാം തീയതിയാണത്. എന്നാൽ 10-ാം തീയതി മനുഷ്യാവകാശ ദിനവുമുണ്ട്. മനുഷ്യാവകാശ ദിനവും അറഫാ ദിനവും ഏതാണ്ട് തൊട്ടടുത്തു തന്നെ വരുന്ന ഒരു വർഷം എന്നുള്ള നിലയിൽ ഈ വർഷത്തെ അറഫാ ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് അത് നൽകുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ടെന്നും ഈ സദസ്സിനെ, മുസ്ലിം സമൂഹത്തെ ഒന്നുകൂടി ആഹ്വാനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് വിശ്വമാനവികതയുടെ സന്ദേശം, മനുഷ്യന്റെ ഏകത്വത്തിന്റെ സന്ദേശം, മനുഷ്യ സമത്വത്തിന്റെ സന്ദേശം, ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ, മനുഷ്യ മഹത്വത്തിന്റെ സന്ദേശം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.